പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കാശ്മീരിലുണ്ടായ ഈ തീവ്രവാദി അറ്റാക്ക് വേണ്ടി വന്നു നമുക്കതൊക്കെ തിരിച്ചറിയും. കഴിഞ്ഞ 78 വർഷത്തോളമായിട്ട് ഇവർ നമ്മളെ പ്രത്യക്ഷമായിട്ട് ഉപദ്രവിക്കുന്നത് നമുക്കറിയാം. തീവ്രവാദി ആക്രമണം ഉണ്ടാക്കിക്കും, നുഴഞ്ഞുകയറ്റക്കാരെ കയറ്റിവിടും, അതിർത്തിയിൽ വെടിവെപ്പുണ്ടാക്കും, ഒന്നുമില്ലെങ്കിൽ യുദ്ധം വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാതെ സ്ലോ പോയിസണിങ് എന്നൊക്കെ പറയുന്നത് പോലെ വളരെ വളരെ സാവധാനം നമ്മുടെ രാജ്യത്തെ അവരുടേതാക്കി മാറ്റുക, അവരുടെ ജനങ്ങളെ കൊണ്ട് നിറയ്ക്കുക, അതായത് മുസ്ലിം ജനവിഭാഗങ്ങളെ കൊണ്ട് നിറച്ച് അവരുടേതാക്കി മാറ്റുക. ഇന്നലെ ഉത്തർപ്രദേശിലെ മുറാദാബാദിൽ അവിടുത്തെ പോലീസ് ഓഫീസർ പത്രസമ്മേളനം വിളിച്ച് ഇത് അറിയിക്കുകയാണ് ഉണ്ടായത്. ഈ ഉത്തർപ്രദേശിലെ മുറാദാബാദിൽ പാകിസ്ഥാനിൽ നിന്നുള്ള 22 സ്ത്രീകൾ ദീർഘകാല വിസയിൽ ഇന്ത്യയിൽ താമസിച്ചിരുന്നു. അവർ 41-42 വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്നവരാണ്. അവർ ഇന്ത്യക്കാരെ കല്യാണം കഴിച്ചിട്ട് 95 കുട്ടികൾക്ക് ഈ 22 സ്ത്രീകളും കൂടെ ജന്മം നൽകി. ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടുകളുള്ള 500-ലധികം പാകിസ്ഥാൻ മുസ്ലിങ്ങളുടെ കുടുംബമായിട്ട് മാറിയിരിക്കുന്നു അവർ. ഇവർക്കെല്ലാവർക്കും റേഷൻ കാർഡുണ്ട്, ഇലക്ഷൻ ID ഉണ്ട്, പാസ്പോർട്ടുണ്ട്. അവർ എല്ലാവരും വോട്ട് ചെയ്യാറുണ്ട്. ഈ സ്ത്രീകൾ എന്നാൽ പാസ്പോർട്ട് എടുത്തിട്ടില്ല. എന്തുകൊണ്ട് എടുത്തില്ല? അപ്പോൾ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടെ വന്നിട്ട് അവർ ഇവിടെ പ്രജനനം നടത്തുക, പാകിസ്ഥാൻ സിറ്റിസൺഷിപ്പുള്ള, പാകിസ്ഥാനോട് കൂറുള്ള ഒരു മുസ്ലിം ജനവിഭാഗത്തെ സൃഷ്ടിക്കുക. ഇത് മുറാദാബാദിലെ മാത്രം കാര്യമല്ല, ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു പ്ലാൻഡ് പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ടായിരുന്നു 45-50 വർഷങ്ങളായിട്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ രാജ്യത്തെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരും രാജ്യദ്രോഹികളായ രാഷ്ട്രീയക്കാരും കൂടെ ചേർന്ന് അക്ഷരാർത്ഥത്തിൽ അവരെ പെടുത്തിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ സിറ്റിസൺഷിപ്പ് ഉള്ളവരെ ശരിക്കും നിയമപരമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷേ അവർക്ക് പാകിസ്ഥാനോട് കൂറുള്ളവരാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ട സൗജന്യങ്ങൾ അല്ലെങ്കിൽ മറ്റാനുകൂല്യങ്ങൾ ഇതൊക്കെ നമ്മളിൽ നിന്നും ചൂഷണം ചെയ്ത് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മ്യാൻമറിൽ നിന്നും കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്ക് വീതം വെച്ച് കൊടുത്തിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങളിൽ നിന്നും ഇതൊന്നും അറിയുന്നേയില്ല. എന്ത് തന്നെയായാലും പാകിസ്ഥാൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഇരവാദം തുടങ്ങും. ഓർക്കുക, ഓരോ ഇരവാദികളും ഈ രാജ്യത്തിൻ്റെ ശത്രുക്കൾ തന്നെയായിരിക്കും.